ആ നിരയിൽ നരേന്ദ്രമോദിജിയെ ഞാൻ 98കളിൽ കണ്ടു. പക്ഷെ ഞാൻ എപ്പോഴും സമൂഹത്തെ രണ്ടായി കാണുന്നില്ല, ഒന്നായി കാണുന്നു. അന്ന് BJPയുടെ ചിഹ്നവും താമരയുമായിട്ട് പോകുമ്പോൾ സങ്കടപ്പെടാറുണ്ട്. സുരേഷ് ചേട്ടനോടൊപ്പം ഉണ്ടാവാനുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായി. അത്രയും ഞാൻ പറയുന്നുള്ളൂ. സുരേഷ് ചേട്ടൻ എന്നെ കാണാനല്ല വരുന്നത്, കൊച്ചിയെ സുവർണ കൊച്ചിയാക്കാൻ വേണ്ടിയാണ് തീർച്ചയായും വരുന്നത്. നമസ്കാരം. ഇന്ന് കൊച്ചി കോർപ്പറേഷനിലെ 10ാം വാർഡ്, അതായത് രവിപുരം ഡിവിഷനിലെ 10ാം ഡിവിഷനിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്, അതായത് BJPയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി കിടിലനാണ് എന്ന് പറയേണ്ടി വരും. അതായത് അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ കേരളത്തിലെ പല പ്രമുഖരുമായിട്ടും അത്രയേറെ അടുത്ത ബന്ധമുള്ള, പ്രമുഖർ മാത്രമല്ല സാധാരണക്കാരനെന്നോ പ്രമുഖനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളുടെ ഇടയിലേക്കും ഒരേപോലെ ചെന്നെത്തുന്ന മനുഷ്യനാണ്. എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് മുത്തുച്ചേട്ടൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. എന്താവശ്യത്തിനും ഏത് കാര്യത്തിനും വിളിച്ചാൽ, മുത്തുച്ചേട്ടനെ വിളിച്ചാൽ സങ്കടപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല എന്നാണ് ആളുകൾ പറയുക. ആ ഒരു വ്യക്തിയാണ് BJPയുടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. നമുക്ക് പരിചയപ്പെടാം. മുത്തുച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. എല്ലാവിധ ആശംസകളും ആദ്യമായിട്ട് പറയാം. മുത്തുച്ചേട്ടാ, ഇവിടെ എനിക്ക് തോന്നുന്നു CPMന്റെ സിറ്റിംഗ് സീറ്റാണ് ഇവിടെ. അപ്പം ആ ഒരു സ്ഥലത്തേക്ക് മുത്തുച്ചേട്ടനെ തന്നെ പാർട്ടി ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്നു. അങ്ങേക്ക് വലിയ സുഹൃബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ അനുഭവങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ പ്രതീക്ഷകൾ? എന്നെ സംബന്ധിച്ച് ഞാനൊരു കിടിലൻ സ്ഥാനാർത്ഥി ഒന്നുമല്ല, സാധാരണക്കാരനാണ്. പിന്നെ എനിക്ക് ഈ അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എല്ലാവരും എനിക്കറിയാം. പക്ഷെ ഞാൻ എപ്പോഴും സമൂഹത്തെ രണ്ടായി കാണുന്നില്ല, ഒന്നായി കാണുന്നു. ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ജനിച്ചത് എൻ്റെ മുൻജന്മ സുഹൃതം, ഇപ്പോഴത്തെ സൗഭാഗ്യങ്ങളിട്ടത് അതെല്ലാം സുഹൃതം. അപ്പോൾ ദൈവം തന്ന ഒരേ നിശ്ചയങ്ങളാണ്, നിശ്ചയിക്കപ്പെട്ടു പോയതാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഭംഗിയായിട്ട് നമ്മുടെ കടമകൾ നിർവഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ അതിയായ സന്തോഷം. അതോടൊപ്പം BJP എന്ന പ്രസ്ഥാനത്തിൽ, അതായത് ദേശസ്നേഹം ഉൾക്കൊള്ളുന്ന, ആദർശം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ സൗഭാഗ്യമായി കാണുന്നു. അതിന് ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? സമൂഹത്തിനോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. സമൂഹമാണ് എന്നെ ഈ തരത്തിൽ ആക്കിയത്. ഒരു വെറുതെ കിടന്ന ഒരു സാധാരണക്കാരനെ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അറിയുന്ന ഒരു മുത്തുവാക്കി തീർത്തതിൽ സമൂഹത്തിന് വലിയ പങ്കുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്നു 2ാം ഘട്ട പ്രചാരണത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 3ാം ഘട്ട പ്രചാരണം, ഈ 3ാം ഘട്ട പ്രചാരണത്തിലേക്ക് എത്തുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം ആ വീടുകളിൽ പോകുമ്പോൾ എന്താണ്? ഞാനൊരു 32 വർഷം മുന്നേ കുറച്ചൊന്നും സംശയമുണ്ട് എനിക്ക്, എന്റെ പ്രായം അറിയാതെ. അപ്പോൾ പോകുമ്പോൾ അന്ന് BJPയുടെ ചിഹ്നവും താമരയുമായിട്ട് പോകുമ്പോൾ സങ്കടപ്പെടാറുണ്ട്. പല വീടുകളിലും എത്തപ്പെടാറുണ്ട്. ഇതേതാ BJP എന്താണ് ചോദിക്കാറുണ്ട്. ഇന്നിപ്പോൾ 3ാം റൗണ്ടിൽ വന്നിരിക്കുന്നു. 25 വർഷങ്ങൾക്ക് 30 വർഷങ്ങൾക്ക് ശേഷം 3ാം റൗണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഒന്നുണ്ട്. നിങ്ങളാണ് ഇപ്പോൾ 3ാം റൗണ്ട് എത്തിയേക്കുന്നത്, മറ്റു പാർട്ടികളൊന്നും ഒരു റൗണ്ടിൽ ചില സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നാ. അപ്പൊ കാലചക്രം തിരിയുകയാണ്. നരേന്ദ്രമോദി എന്ന ഐതിഹാസിക പുരുഷൻ, അദ്ദേഹം 2014 രംഗപ്രവേശനം നടത്തി. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. അപ്പോൾ ഞാൻ നരേന്ദ്രമോദി എന്ന ഒരു ഐതിഹാസിക പുരുഷനോട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മുന്നേ കടന്നുപോയ പല ആളുകളുമുണ്ട്. ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി, ശ്രീമാൻ ലാൽ അഡ്വാണിജി, ബൽരാജ് മധോക്, കേദാർനാഥ് സഹനി, റാണി വിജയ് സിന്ധ്യ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അടിത്തറയോട് കെട്ടിപ്പൊക്കിയ ഒരു മഹാസൗധം, സ്നേഹസൗധം എന്ന് പറയാം BJPയുടെ. ആ സ്നേഹസൗധത്തിന് ഏറ്റവും മനോഹരിതമായ ഒരു കളർ നൽകിക്കൊണ്ടാണ്, അതായത് ആ വീടിന് മനോഹരമായ ഒരു സൗന്ദര്യവും അതിൻ്റെ ഉൾക്കാഴ്ചയിൽ ഒക്കെ വളരെ മനോഹരമായ, ആരും ആഗ്രഹിക്കുന്ന തരത്തിൽ അതിൻ്റെ ഒരു പരിവർത്തനം നടത്തിയത് നരേന്ദ്രമോദിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരുടെയും ഉണ്ട്. 99 അടി അവരടിച്ചു, 100ാമത്തെ അടി നരേന്ദ്രമോദിജി അടിച്ചു. അപ്പൊ ഇതിൽ ആരടിച്ചു എന്നല്ല, പക്ഷെ അവരെല്ലാം കാലഘട്ടത്തിൽ ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഒരുപാട് ആളുകൾ ത്യാഗം സഹിച്ചതാണ്. കേരളത്തിൽ KG മാരാർ ഉൾപ്പെടെയുള്ള ആളുകൾ, O രാജഗോപാൽ, നമുക്കറിയാം ശ്രീധരൻ മാഷ്, രാമമുള്ളച്ചേട്ടൻ, PK കൃഷ്ണദാസ്, V മുരളീധരൻ, ശ്രീധരൻ പിള്ളച്ചേട്ടൻ, പിന്നെ സുരേന്ദ്രൻ, അങ്ങനെ വേണ്ട ഇത്യാദികൾ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൽ എത്തി നിൽക്കുമ്പോൾ ഇവരെല്ലാം ചെയ്തത് ഒരു മാല
കോർത്തേക്കാണ്. ഒരു നൂല് അതിൻ്റെ ഇടയിൽ കൂടെ, മുത്തിൻ്റെ ഇടയിൽ കൂടെ പോയി അതിനൊരു മാലയുടെ രൂപത്തിൽ ഇന്ന് ഇടുകയാണ്. ആ മാല ജനങ്ങൾ കഴുത്തിലേക്ക് അണിയുന്ന ഒരു സന്ദർഭമാണിത്. അപ്പോൾ ഇതിൽ സാധാരണക്കാരെ ഞാൻ ഇപ്പോൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ കഷ്ടപ്പാടുകളും പട്ടിണിയും സഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ എൻ്റെ കൺമുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇന്നും നിശബ്ദമായ വേദന സഹിക്കുന്നു. സംഘപ്രവർത്തകർ, ഒരുപാട് ജീവിതങ്ങൾ തെരുവിൽ നഷ്ടപ്പെട്ടു പോയി, പൊലിഞ്ഞു പോയി. അവരെയൊക്കെ ഓർക്കാതെ ഒരു നിമിഷം പോലും വിജയത്തിൻ്റെ ആ പടവുകൾ കയറുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഓരോ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പടവുകൾ നടന്നെടുക്കുമ്പോഴും ഇവരെയൊക്കെ ഓർക്കാൻ ശ്രമിക്കാറുണ്ട്. അവരെന്നും ഓർമ്മയിലുണ്ടാവും. ഹൃദയപൂർവ്വം അവരെയൊക്കെ ഒരു പാർട്ടിയുടെ പ്രവർത്തകനിൽ നിന്ന് നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഓർമ്മകൾ അനശ്വരമാണ്. തീർച്ചയായിട്ടും ചേട്ടാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് BJP യെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പറയുമ്പോൾ, ജനങ്ങൾ നോക്കിക്കാണുമ്പോൾ വികസന രാഷ്ട്രീയമാണ്, വികസനം മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യമാണ് ഒന്നാമത്തത്, പിന്നീട് പറയുന്നത് വികസനമാണ്. ആ വികസനത്തെ മുൻനിർത്തിയാണ് ഇപ്പം കൊച്ചി പോലുള്ള സ്ഥലത്ത് വലിയ വികസന കാര്യങ്ങൾ വരുന്ന, നമ്മുടെ ഒരു ബിസിനസിന്റെ ഒരു തലസ്ഥാനം എന്നൊക്കെ നമ്മൾ കൊച്ചിയെ പറയും. ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ചേട്ടൻ പിന്നെ കൗൺസിലറായിട്ട് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് മനസ്സിലുള്ളത്, എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ? കൊച്ചി നമുക്കറിയാം, കേരളത്തിന്റെ സ്വന്തം നാടാണ്, ഗോഡ്സ് ഓൺ കൺട്രി കേരളം. ആ കേരളത്തിൽ എറണാകുളം എന്നൊരു വ്യവസായ നഗരമാണ്. ആ നഗരത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ് കൊച്ചി കോർപ്പറേഷൻ. ഈ കൊച്ചി കോർപ്പറേഷൻ വർഷങ്ങളായി മാറി മാറി മുന്നണി സംവിധാനം ഭരിക്കുകയാണ്. ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് കൊച്ചിയെ എത്തിക്കുവാൻ ഈ മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. ഉദാഹരണം, ഫോർട്ട് കൊച്ചിയിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പോലെയുള്ള വിദേശികൾ, നിരവധി ആളുകൾ, നിരവധി ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, കൊങ്കണി, മറാത്തി, രാജസ്ഥാനി, ഗുജറാത്തി, കച്ച്, അങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തെ വളരെ ഭംഗിയാക്കി, മനോഹരമാക്കി, ആരും കൊതിക്കുന്ന ഒരു നഗരമാക്കി മാറ്റുവാൻ ഇരു മുന്നണികളും പരാജയപ്പെട്ടു. അതിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, റോഡിൻ്റെ നിർമ്മാണം, ഇപ്പോൾ ഇവിടെ കാണുന്ന റോഡുകളൊക്കെ നിങ്ങൾക്ക് കാണാം. കേവലം വരുമ്പോൾ എത്ര വർഷങ്ങളായിട്ട് ഒരു ബോട്ടിൽ നെക്ക് പോലെ നിൽക്കുകയാണ്. ഒന്ന് കുടിവെള്ള പ്രശ്നം, ഈ കുടിവെള്ള പ്രശ്നം, ഒന്ന് റോഡ് ഗതാഗതം, പിന്നെ റോഡുകളൊക്കെ കേബിള കിടക്കുന്നത്, കേബിളിംഗ് സംവിധാനം. പിന്നെ ഞാൻ പറയാം, ഇങ്ങനെ നിരവധി ജനങ്ങളെ നേരിടാൻ എന്താ പരിസരം ക്ലീൻ അല്ല. ഇപ്പം നമുക്ക് റോഡുകളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ നടന്ന സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് ഇലക്ഷൻ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ റോഡുകൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞപ്പോൾ റോഡും ക്ലീൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ പരാതിപ്പെടാം. പക്ഷേ നമ്മൾ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഉപകരിക്കപ്പെടട്ടെ എന്ന്. അത് 11-ാം മണിക്കൂറല്ല, 12-ാം മണിക്കൂറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കണ്ടാൽ വോട്ടായി മാറി. ഇത്രയും നാളുകൾ ചെയ്യാത്ത ആളുകൾ അവസാന നിമിഷത്തിൽ കയറി എന്താ പറയുക, മുഹൂർത്തമായപ്പോൾ ചാടി കയറി വന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ശുഭമല്ല. എന്നെ സംബന്ധിച്ച് വ്യക്തമായ പ്ലാനുണ്ട്. നമുക്കറിയാം, രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ റെയിൽവേ ബ്രിഡ്ജുകൾ നൽകിയിട്ടുള്ളത്. അത് എറണാകുളത്ത് ഇപ്പോൾ നോർത്ത്, സൗത്ത് ബ്രിഡ്ജ്. ഇപ്പോൾ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ കോടിക്കണക്കിന്, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം മാർക്കറ്റ്, മറ്റേ CSML പദ്ധതി, കുടിവെള്ളത്തിന്, എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ക്യാൻസറിന് 100 കോടി രൂപ, മെട്രോ, ജനൌഷധി, മെട്രോ. പിന്നെ പണ്ട് ഞാൻ പറയാറുണ്ട്, പണ്ടൊരു പാട്ട് നമ്മൾ പാടും, തലയ്ക്കുമീതെ സൂര്യാകാശം എന്ന് പറയും. ഇപ്പൊ തലയ്ക്കുമീതെ മെട്രോ, അങ്ങനെയൊക്കെ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോവാണെങ്കിൽ ഇന്ന് നമ്മൾ രണ്ടുപേരും പോകില്ല ഇവിടുന്ന്. അത്രമേൽ പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ കൊച്ചി കോർപ്പറേഷൻ കൊടുത്തത്. അപ്പോൾ കൊച്ചിയുടെ ഭരണത്തിൽ ഇന്ന് നമുക്കിപ്പോൾ 5 കൗൺസിലേഴ്സ് ഉണ്ട്. അവരുടെ ഡിവിഷനിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ 5 പേരും ഈ ഫണ്ട് എങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു മാതൃകയാണ്. അതുപോലെ നിരവധി കൗൺസിലർമാർ BJPക്ക് കൊച്ചി കോർപ്പറേഷനിൽ ഭരണം കിട്ടേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഞാൻ ആളുകളോട് പറയുന്നത്, എനിക്ക് തോക്കാൻ ഒരു വിഷമവുമില്ല. ഞാൻ തോറ്റിട്ടുള്ളവനാണ്. 4 ഇലക്ഷൻ തോറ്റു, 5ാമത്തെ ഇലക്ഷനാണ്. ഇനിയും തോക്കാം. പക്ഷെ നിങ്ങൾ തോൽക്കരുത്. ഞങ്ങൾ തോറ്റാലും നിങ്ങൾ തോക്കരുത്. നിങ്ങൾ തോക്കാതിരിക്കണം. എന്താണെന്ന് വെച്ചാൽ, വികസനം നിങ്ങൾ ആർക്കെങ്കിലും അർഹതയില്ലാത്തവർക്ക് വോട്ട് ചെയ്ത് വ്യക്തിപരമായ ബന്ധം വെച്ച് വോട്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തിയേക്കാൾ പ്രാധാന്യം രാഷ്ട്രമാണ്. രാഷ്ട്രത്തിനാണ് പ്രാധാന്യം. അപ്പോൾ നാട് വികസിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെറിയ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നതും അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഇപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ നോയമ്പെടുക്കും, വ്രതശുദ്ധിയോടെ. അതൊരു
സമർപ്പണമാണ്. ആ രീതിയിൽ ഞാൻ ഇപ്പോൾ കേരളത്തിലെ എല്ലാ വോട്ടർമാരോടും നിങ്ങൾ ഒരു നോയമ്പ് അല്ലെങ്കിൽ ഒരു വ്രതം എടുക്കുക. ആ വ്രതമാണ് BJP വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. അവിടെ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോൾ വികസനം നിങ്ങളുടെ മുന്നിൽ താനേ വന്നോളൂ. 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഭാഷ ഉപയോഗിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് മുത്തുച്ചേട്ടനെ പോലെ ഒരാൾ ഒരു ജനപ്രതിനിധിയായി വരുമ്പോൾ ഉള്ള ഒരു ഗുണം ഞാൻ കാണുന്നത്, പേഴ്സണലി കാണുന്നത്, ഇപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടും കേന്ദ്രമന്ത്രിമാരുമായിട്ടൊക്കെ ഉള്ള വലിയ സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ ആ സൗഹൃദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ കോർപ്പറേഷൻ പരിധിയിൽ എന്നല്ല ഒരുപാട് വികസനങ്ങൾ ഈ കൊച്ചിയിൽ കൊണ്ടുവരാൻ അങ്ങനെ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടും സുരേഷ് ഗോപി സാർക്കായിട്ടുള്ള ബന്ധപ്പെട്ട് അവർ തമ്മിൽ കൂട്ടിമുട്ടിച്ചത് പോലും മുത്തുച്ചേട്ടനാണ് എന്ന രീതിയിലാണ് സംസാരം. അത് കൃത്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു കാര്യങ്ങൾ വരെ എങ്ങനെയാണെന്ന് അത് പറയാം. ഞാൻ സുരേഷിനോടൊപ്പം ഉണ്ടാവാനുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായി. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹത്തിനോടൊപ്പം ഒരു ഡോക്ടർ ജയചന്ദ്രൻ ഉണ്ടായിരുന്നു, ഗുജറാത്തിലെ, ഒരുമിച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം സുരേഷേട്ടൻ പറയും. ഒരു ചേട്ടൻ പറയുമ്പോൾ പിന്നെ അനിയൻ കയറി അതിന് മുകളിൽ ഒരു കാര്യം കമന്റ് പറയാൻ പാടില്ലെന്നാണ്. കാരണം എനിക്ക് അദ്ദേഹം ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനമാണ്. അതുകൊണ്ട് ആ ഇണക്കങ്ങളും ചെറിയ പിണക്കങ്ങളും ഒക്കെ ചിലപ്പോൾ തോന്നും. അത് സ്വാഭാവികമാണ്. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ തത്വത്തിലൊരു ജ്യേഷ്ഠനില്ല. അപ്പോൾ എന്റെ ജ്യേഷ്ഠ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ അദ്ദേഹം ഇന്ന് വരുന്നുണ്ട്. എനിക്ക് വേണ്ടിയല്ല, ഞാൻ പറയാറുണ്ട്, ഞാനിപ്പോ ഇലക്ഷൻ ഇവിടെ മത്സരിക്കുമ്പോഴും കൊല്ലത്തും എളമക്കര മറ്റു സ്ഥലങ്ങളിലെ ജനങ്ങളിലെ ആളുകൾക്ക് എൻ്റെ വീഡിയോ സന്ദേശം അയച്ചു കൊടുക്കാറുണ്ട്, ജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാനിപ്പോ ഇന്ന് എൻ്റെ മണ്ഡലത്തിൽ രവിപുരത്താണ് അദ്ദേഹം ഒരു കുറച്ചും കൂടെ പ്ലേസ് ഉള്ളതുകൊണ്ട് അവിടെ ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും അദ്ദേഹത്തെ കാണുവാൻ വ്യക്തിപരമായി തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ എന്നെ കാണാനല്ല വരുന്നത്, കൊച്ചിയെ സുവർണ കൊച്ചിയാക്കാൻ വേണ്ടിയാണ് വരുന്നത്. കൊച്ചിക്കാർക്ക് വേണ്ടിയാണ് വരുന്നത്, അല്ലാണ്ട് മുത്തുവിനെ കാണാനല്ല വരുന്നത്. കൊച്ചിക്ക് വേണ്ടി സമർപ്പിക്കുവാൻ, കൊച്ചി അദ്ദേഹത്തിന്റെ ഭാഷ കൊച്ചിയെ എടുക്കാൻ. തൃശ്ശൂരിൽ നിന്ന് ഞാൻ വരുന്നു കൊച്ചിയെ എടുക്കാൻ. അതിനാണ് അദ്ദേഹം വരുന്നത്. പ്രവർത്തകരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതിനിടയ്ക്ക് പ്രധാനമന്ത്രിയുമായിട്ടുള്ള സൗഹൃദം കൂടെ ഒന്ന് പറഞ്ഞു ആയോ? ഞാനത് ചെറിയ രൂപത്തിൽ പറയാൻ, അദ്ദേഹം വലിയ മനുഷ്യൻ, ഈ എലി മലയെ കണ്ടു നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും അതൊക്കെ പറഞ്ഞു വരുമ്പോൾ. പക്ഷെ ചോദ്യത്തിന് എന്തെങ്കിലും ഒരു സത്യസന്ധമായ ഒരു ഉത്തരം നൽകണമല്ലോ. ഞാൻ അദ്ദേഹത്തെ, ഞാൻ കുറെ വർഷങ്ങളായിട്ട് എനിക്ക് അശോക് സിംഗാൾജി, പ്രവീൺ തൊഗാദിയ, അങ്ങനെ പഴയ ആളുകളുമായിട്ടും പ്രവർത്തിക്കാൻ വളരെ, ഗോവിന്ദാചാര്യ, അദ്ദേഹത്തോടൊപ്പം സൈക്കിളിൽ ഇരുന്ന് പോകാനുള്ള ഒരു അവസരമുണ്ടായിട്ട്, രാമറാവുജി, അദ്ദേഹം മരണപ്പെട്ടു പോയ റാവുജി, അങ്ങനെ കുറെ ആളുകളെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ആ നിരയിൽ നരേന്ദ്രമോദിജിയെ ഞാൻ 98കളിൽ കണ്ടു. അതിനുശേഷം 2000 മേളുകളിൽ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശ്രീമാൻ മരണപ്പെട്ടു പോയ പുരുഷോത്തമൻ പ്രചാരകമായിരുന്നു അദ്ദേഹം. പിന്നെ കുമ്മനം രാജേട്ടൻ, അദ്ദേഹത്തിന്, അവരൊക്കെ മറക്കാൻ പറ്റാത്ത, അവരൊക്കെ ചില ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു ബന്ധം അത് തുടങ്ങി വെച്ചു. ആ സമയത്ത് ആദ്യമായി കണ്ടു. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു, അദ്ദേഹത്തെ കാണാൻ പോകുന്നു. എൻ്റെ ജന്മദിനത്തിൽ ഒരിക്കൽ, എൻ്റെ ജന്മദിനം വളരെ രസകരമാണ്. മെയ് മാസം 5-ാം തീയതി രാവിലെ 5 മണിക്ക് 55, ഇതൊക്കെയാണ് 55ന്റെ കളിയാണ്, 5ആണ്. ഇപ്പൊ ഞാൻ 5ാമത്തെ മത്സരത്തിലാണ് നിൽക്കുന്നത്. അതൊരു വല്ലാത്ത ഇതാണ്. അതെ അല്ലെ, ഈ 5ആണ് എന്നെ ഇങ്ങനെ 5-ൽ ഉറപ്പാണ്. പഞ്ചഭൂതങ്ങളാണല്ലോ, പ്രകൃതിയിലതാണല്ലോ പഞ്ചഭൂതങ്ങൾ. അപ്പോ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അപ്പൊ ആദ്യമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം, അത് 2005-ലോ 2000 ആ സമയത്ത്, അതിന് മുന്നേ ആണെന്ന് തോന്നുന്നത്, ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോട് പറഞ്ഞു, എനിക്ക് മോദിജിയെ അന്നത് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്, അപ്പോൾ എൻ്റെ ജന്മദിനമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പഴയ എന്നെ അറിയാവുന്നതുകൊണ്ട് ഉടനെ വിളിപ്പിച്ചു. അതും മറ്റൊരു രസകരം, 5-ാം നിലയിലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഗുജറാത്തിൽ ഏകദേശം 5 മണി കഴിഞ്ഞു വൈകിട്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ കടന്നു ചെല്ലുന്നു. ഛത്രപതി ശിവജി ഇരിക്കുന്നത് പോലെ ഒരു ഫിഗർ. ഞാൻ നമ്മുടെ ഛത്രപതി ശിവജിനെ കണ്ടാൽ അറിയാം, കുതിരപ്പുറത്തിരിക്കുന്ന ഒരു സാമ്രാട്ടൻ. വെരി പ്രൗഡാണ് അതൊക്കെ. അതുപോലെയൊക്കെ ആവണമെങ്കിൽ അത് എന്താ പറയാതെ എനിക്കറിയില്ല. അതുപോലെ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടേബിളിൽ സിംഹം ഇങ്ങനെ നിൽക്കുന്ന പോലെ. അപ്പൊ തന്നെ ഞാൻ ഏകദേശം, എനിക്കങ്ങനെ ആരെയും പേടിയില്ലാത്ത മനുഷ്യനാണ്. ഒരു പേടിയും ഇല്ല, എല്ലാവരും സ്നേഹമുള്ളൂ. പേടി എന്ന് പറയുന്ന സാധനം എന്റെ കണ്ടുമില്ല. പേടി ആകെയുള്ളത് പട്ടിയാട്ടോ. കൊച്ചി നഗരത്തിലോ ഓടിച്ചിട്ട് കടിക്കുന്ന, പക്ഷെ പട്ടിയെ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, ദൈവമേ എന്നെ കടിക്കരുത്, കാരണം അടിച്ച നാണക്കേടാണ്. മുത്തുവിനെ പട്ടി അടിച്ചെന്ന് പറയും, പിന്നെ തിരിച്ചു കടിക്കണം, അല്ലെങ്കിൽ അവസ്ഥയാണ്.
മുത്തു പട്ടിനെ കടിച്ചെന്നോ അതെ. അതോ. അപ്പൊ അതുകൊണ്ട് നഗരത്തിൽ നടക്കുന്ന പട്ടി ഭയങ്കര പ്രശ്നമുട്ടത്, തെരുവായിക്ക് വലിയ പ്രശ്നമാണ്. പക്ഷെ അവർ തെരുവായകൾക്ക് വേണ്ടി എന്താ പറയുക സ്നേഹം നടത്തുന്ന ആളുകളുണ്ട്. അവരെ കൺസേൺസ് ഒക്കെ എടുക്കണം നമ്മൾ, അവരെയും കൂടെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം. കാരണം അവരൊരു പക്ഷെ അവർ മറ്റുള്ളവരെ അപ്പൊ പരസ്പരം മനസ്സിലാക്കണം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, വാട്ട് നോട്ട് ടു ഡു, ഇങ്ങനെ അപ്പൊ മനസ്സിലാക്കണം. അപ്പൊ അവർക്കും അവരുടെയും കൺസേൺസ് ഒക്കെ നമ്മൾ എടുക്കണം. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ തെരുവ് നായ്ക്കളെ സഹായിക്കുന്ന പല ആളുകളും ചെന്ന് ഭക്ഷണം കൊടുക്കുന്നു, ഉപകരിച്ചിരുന്ന അപ്പൊ അവരെ അത് ഏത് തരത്തിൽ അവരെയും കൂടെ സഹായിക്കണം. നമുക്ക് ഇന്ന് ഭരണം വന്നു കഴിഞ്ഞാൽ BJP വന്ന് അതൊക്കെ ആലോചിക്കും. അവരെയും കൂടെ നമ്മളൊന്ന് എല്ലാവരെയും എല്ലാം ചേർത്ത് പിടിക്കണമല്ലോ. തെറ്റ് കാണിച്ചവനെ വേറെ തെറ്റെന്ന് പറഞ്ഞ അങ്ങനെ ചവിട്ടി താഴ്ത്തല്ല വേണ്ടത്. അവരെ തിരിച്ചു കൊണ്ടുവരിക, ശരിയായ പാതയിൽ തിരിച്ചു ഉപദേശിക്കാം, പലതിനും ചെയ്യാം. അപ്പോൾ ഞാൻ നരേന്ദ്രമോദിയെ കണ്ടു. അപ്പോൾ നരേന്ദ്രമോദി എൻ്റെ അടുത്ത് ചോദിച്ചു ജന്മദിന അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നു. അതിനുശേഷം എനിക്ക് റോസാപ്പൂ എടുത്തു തന്നു. അതിനുശേഷം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബുക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ അന്നൊരു മീഡിയ ഡയറക്ടർ പ്രസ് ക്ലബിൻ്റെ മേടിച്ചു. ഞാൻ അതിൽ കൊടുത്തു. അദ്ദേഹം അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്നെഴുതി. പക്ഷേ ആ ഡയറി ആരും എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയി. അതോ അടിച്ചു മാറ്റിയോ പറയുന്നില്ല, അറിയാത്ത കാര്യം നമുക്ക് ഓർമ്മയില്ല. ഒരാളെ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം സത്യമാവണമെന്നില്ല, പറയുന്ന കാര്യങ്ങൾ സത്യമാവണമെന്നില്ല, മധുരമുള്ളതെല്ലാം സത്യമാവണമെന്നില്ല, സത്യമെല്ലാം മധുരമാവണമെന്നില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കണ്ടതെല്ലാം സത്യമാവണമില്ല എന്ന് പറഞ്ഞ പോലെയാണ്, പറഞ്ഞതും സത്യമാവണമെന്നില്ല. അപ്പോൾ അത് നഷ്ടപ്പെട്ടു. പിന്നെ ആ ബന്ധം ഉണ്ടായി. പിന്നെ അന്ന് എനിക്കൊരു ഓർമ്മ, അദ്ദേഹം ഒരു കോൺവോയിൽ പോയിട്ടുണ്ട്. അന്ന് ഒരു 5-6 സ്കോർപ്പിയോയിൽ അദ്ദേഹം ഇങ്ങനെ പോകുന്നു. ആ ഒരു കോൺവോയിൽ കയറാനുള്ളൊരു ഭാഗ്യം എനിക്ക് കറക്റ്റ് ആ ഒരു പിക്ചർ കിട്ടുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അജിത്ത് ഉണ്ടായിരുന്നു. പിന്നെ മണിച്ചേട്ടനുണ്ട്, രാമാമൃതം, കൊച്ചിയിലെ കളിയിപ്പിച്ചിട്ട് പഴയ പാത്രക്കടയാണ് കെ രാമാമൃതം. അദ്ദേഹം ഞാനും കൂടെയാണ് പോവാറ്. അപ്പൊ ഞങ്ങൾ പോയത്. പിന്നെ അതിനുശേഷം പിന്നെ ഡോക്ടർ ജയേന്ദ്രൻ ഞാനും കൂടെ മോദിജിയെ കാണാൻ പോയി. 2011 ഞാൻ അന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് വരാൻ പോകുന്നു. അപ്പൊ എനിക്കറിയാമായിരുന്നു ഏകദേശം ഒരു കാൻഡിഡേറ്റ് ആവാനുള്ള സാധ്യത. കാരണം നമ്മൾ പ്രവർത്തനം വെച്ചു, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ ഞാൻ മോദിജിയെ കാണാൻ പോയി. അപ്പൊ അദ്ദേഹം ആ പടമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനിങ്ങനെ ഫേസ്ബുക്ക് ഒന്നും ഇടാത്തതുകൊണ്ട്. അപ്പൊ അദ്ദേഹം എൻ്റെ കണ്ടു. എന്നിട്ട് ചോദിച്ചു. അപ്പോൾ ഓക്കെ സംസാരിച്ചു. എൻ്റെ അടുത്ത് ഇലക്ഷൻ മത്സരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം 2011 പറയാണ്. അപ്പൊ എനിക്കറിയില്ല. അവിടെ നിന്ന് ഞാൻ അപ്പൊ ഇലക്ഷൻ ഒന്ന് പേടിയായി, പൈസയൊക്കെ വേണ്ടേ, എനിക്കറിയില്ലല്ലോ. സാധാരണ അന്നത് പൈസയൊന്നും ഇല്ല. അപ്പൊ ഞാനിത് കഴിഞ്ഞ് കർണാടകയിലൂടെ തിരിച്ചു വരുമ്പോൾ എനിക്ക് കർണാടകയിൽ പോയി. അന്ന് യെദ്യൂരപ്പാജിയെ കാണാൻ പോയി. അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് അന്നത്തെ ജില്ലാ അധ്യക്ഷൻ PJ തോമസ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിലേക്ക് വരുമ്പോൾ ബസ്സൊക്കെ പിടിച്ചാൽ വരുന്നത്. അപ്പോൾ ഇന്നും നമ്മളെ കേൾക്കത്തില്ല കേട്ടോ. ആ ഓർമ്മകളൊക്കെ നേർത്താൻ വേണ്ടി ഇന്നും ഉണ്ട്. ബസ്സിലിങ്ങനെ വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇലക്ഷൻ എറണാകുളത്ത് മത്സരിക്കണമെന്ന്. ബസ്സിൽ ഞാൻ വരുമ്പോൾ അത് വല്ല അത്ഭുതമായിട്ട് എന്നെ കാണിച്ചു. ഇങ്ങനെ മത്സരിച്ചു. 2011 മത്സരിച്ചു. പിന്നെ 2019 ബൈ ഇലക്ഷൻ മത്സരിച്ചു കൊച്ചിയിൽ നിന്ന്. പിന്നെ 2021 ഞാൻ കൊച്ചിയിലേക്ക് മത്സരിച്ചു. അവിടെ മത്സരിച്ച് നിൽക്കുമ്പോഴാണ് പിന്നെ ഇങ്ങനെയായി. പിന്നെ എനിക്ക് തോന്നുന്നു ചില പാട്ടുകളൊക്കെ ഉണ്ട്. പാട്ടുകളൊക്കെ പ്രിയരാം കൊച്ചിക്കാരെ പാട്ടുകളൊക്കെ എഴുതി ഞാൻ തന്നെ ചില സംഗീതം ചെയ്യും. നല്ലൊരു കലാകാരനെ കൂടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹം എന്നെ ആക്കിയതാണ്. അപ്പൊ നല്ല കാര്യങ്ങൾ സ്റ്റോറി ചെയ്യാറുണ്ട്. പല നഗരത്തിലെ പല സ്റ്റോറികളും പല ആളുകൾക്കും വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. അവരൊക്കെ വളരെ സന്തോഷം കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പാട്ടുകളൊക്കെ എഴുതി. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെറുപ്പക്കാർക്ക് വേണ്ടി നല്ലൊരു എന്താ പറയാ ശ്രീധനം എന്ന് പറഞ്ഞാൽ ആരും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഈ എടുത്ത ദിവസത്തെ യാത്രയിലാണ് എനിക്ക് നല്ലൊരു പാട്ട് ഇങ്ങനെ ഓർമ്മ വന്നത്. അപ്പം അത് പാടും നമ്മുടെ ആളുകൾ കേൾക്കട്ടെ. ശരി. ആ പാട്ട് ഇങ്ങനെയാണ്. പെണ്ണേ പെണ്ണേ സുന്ദരി പെണ്ണേ, പെണ്ണേ പെണ്ണേ ശിങ്കാരി പെണ്ണേ, നിന്നെ കേട്ടാൻ ഞാനുണ്ടല്ലോ സുന്ദരി പെണ്ണേ. പെണ്ണേ പെണ്ണേ സുന്ദരി പെണ്ണേ, പെണ്ണേ പെണ്ണേ ശിങ്കാരി പെണ്ണേ, നിന്നെ കേട്ടാൻ ഞാനുണ്ടല്ലോ സുന്ദരി പെണ്ണേ. പൊന്നും വേണ്ട പണ്ടവും വേണ്ട, കാശും വേണ്ട മാളിക വേണ്ട, നിന്നെ കേട്ടാൻ ഞാനുണ്ടല്ലോ സുന്ദരി പെണ്ണേ. പെണ്ണേ പെണ്ണേ സുന്ദരി പെണ്ണേ, പെണ്ണേ പെണ്ണേ ശിങ്കാരി പെണ്ണേ, നിന്നെ കേട്ടാൻ ഞാനുണ്ടല്ലോ സുന്ദരി പെണ്ണേ. ചാന്തും വേണം ചന്ദനം വേണം, കൊട്ടും വേണം കുരവയും വേണം, നിന്നെ കേട്ടാൻ ഞാനുണ്ടല്ലോ സുന്ദരി പെണ്ണേ.
നാടും വേണം നാട്ടാരും വേണം കൊട്ടും വേണം കുറുവയും വേണം നിന്നെ കേട്ടാൻ ഞാനുണ്ടല്ലോ സുന്ദരി പെണ്ണേ സുന്ദരി പെണ്ണേ സുന്ദരി പെണ്ണേ സുന്ദരി പെണ്ണേ സുന്ദരി പെണ്ണേ നിന്നെ കേട്ടാൻ ഞാനുണ്ടല്ലോ സുന്ദരി പെണ്ണേ. ഇതിപ്പോ നിങ്ങളുടെ മനസ്സിൽ ഈ പാട്ട് ഞാൻ പാടിയപ്പോൾ ഒരു കഥാപാത്രം സിനിമയിൽ ഓർമ്മയുണ്ടാവും. ഇത് പറ്റിയൊരു കഥാപാത്രം ആരാന്നറിയോ? എനിക്ക് അങ്ങനെ കഥാപാത്രത്തെ സങ്കല്പിച്ചു നോക്കൂ. പെട്ടെന്ന് അങ്ങനെ കഥാപാത്രം ഒരു വൺ മാസ്റ്റർ ആണ് അദ്ദേഹം. സിനിമ കഥ തിരക്കഥയൊക്കെ എഴുതി എല്ലാം സക്സസ് ആക്കുന്ന ഒരു മനുഷ്യനാണ്. ശ്രീനിവാസനല്ല, ദിലീപ്. ഓ ഓ ഓ ഓ ദിലീപിന്റെ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ. പക്ഷെ ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ വേറൊരു കാര്യം കൂടെയാണ്. അതായത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യമാണ് ഈ സ്ത്രീധന വിഷയവും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് സ്ത്രീയെയാണ് നമ്മൾ വേണ്ടത്, അവളാണ് സ്വത്ത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതെ അതെ, സുന്ദരി പെണ്ണ് ശിങ്കാരി പെണ്ണ് എന്ന നല്ല അർത്ഥത്തിലാട്ടോ. അതെ, തീർച്ചയായും അത് തെറ്റിദ്ധരിക്കരുത്. കാരണം എല്ലാം ഇന്ന് കാലത്ത് ഒരു വാക്ക് കയറി പിടിക്കുന്നതാണ്. ശിങ്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു ചന്തം, സൗന്ദര്യം എല്ലാം കൂടെ ചേർന്നാണ്. കാരണം വെച്ചാൽ ഈ വാക്കുകൾ വളച്ചൊടിക്കുന്ന കാലഘട്ടമാണ്. വളരെ റെസ്പെക്ട് ആണ്. അതിന് ഞാനൊരു വാചകം ചേർന്ന് വെച്ചാൽ ഒളിച്ചോട്ടി വിവാഹമല്ല വേണ്ടത്, നാട്ടുകാരും വീട്ടുകാരും അറിയണമെന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാണ്ട് നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് പ്രണയിച്ചു, വീട്ടുകാരെ വിഷമിച്ചു, ഓടിപ്പോയി, എല്ലാം കഴിഞ്ഞു അല്ല പറയുന്നു, എല്ലാവരും വിളിക്കുന്നു, അവർ പറ്റിയ അമ്മ ഭക്ഷണം കൊടുക്കുന്നു. ആ സ്നേഹത്തിൽ എല്ലാവരും വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ലൈന് ചാന്തും പൈസ ഒന്നും വേണ്ട, കാശും വേണ്ട, മാളിക വേണ്ട. പക്ഷെ നിന്നെ കെട്ടുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാർ വേണം, സമൂഹം വേണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സമൂഹം ഇല്ലാതെ നമ്മളില്ലെന്നു പറയും. ഞാൻ ചില ആളുകൾ പറയും എന്റെ മോളെ കല്യാണം ഞാൻ ചെയ്തു എന്ന്. ആര് ചെയ്തു? ഞാനല്ലല്ലോ. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂ? ഇല്ല. ഇപ്പൊ അങ്ങ് ഇന്റർവ്യൂവിന് വരുന്നു, അങ്ങ് സംസാരിക്കുന്നു, മറ്റാളുകൾ വരുന്നു, ക്യാമറ പിടിക്കാൻ ആൾ വേണ്ട. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നു, മമ്മൂക്കി അഭിനയിക്കുന്നു. അപ്പൊ മമ്മൂക്കിയൊക്കെ ആയിട്ട് വളരെ സ്നേഹബന്ധം കേട്ടോ. മോഹൻലാൽ, ലാലേട്ടനൊക്കെ അങ്ങനെ ഒരു ലാലേട്ടൻ മുത്തശ്ശേട്ടൻ അമ്മയ്ക്ക് സാരി വാങ്ങിക്കൊടുത്ത കഥകളൊക്കെ പറയുന്നത്. അല്ലല്ല, അമ്മയ്ക്ക് സാരി വാങ്ങിച്ചല്ല. ഞാൻ ഈ പൊതുപ്രവർത്തന ജോലിയൊക്കെ ഉപേക്ഷിച്ച് വന്നു. അത്യാവശ്യം നല്ല ജോലിയാണ്, അത് പറയുന്നത് ശരിയല്ല. അപ്പൊ ചിലപ്പോൾ ആളുകൾ അന്ന് എന്നെ കളിയാക്കിയിട്ടുണ്ട്, എൻ്റെ പല ആളും കളിയാക്കിയിട്ടുണ്ട്. നല്ല ജോലി ഉപേക്ഷിച്ച് വെറുതെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പറയില്ലേ കറങ്ങി കിടക്കുന്നു. പക്ഷെ ആ ഫ്രണ്ടിലെ പദം ഞാൻ ഉപയോഗിക്കുന്നില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പണ്ട് അറിയാത്ത കാലത്ത് ആ പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അറിയാത്ത കാലത്ത് അതെല്ലാവർക്കും അറിയാം, ഉപയോഗിച്ചിട്ടുണ്ട്. സ്കൂളിലും കോളേജ് ആളുകൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ തിരിച്ചറിവിന്റെ പാതയിൽ വന്നപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ സ്വീകരിക്കേണ്ട മൂല്യങ്ങളൊക്കെ അത് കാലത്തുകൊണ്ട് ഞാനത് പദങ്ങൾ ഉപയോഗിക്കുന്നില്ല. പണ്ട് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് അവൻ്റെ ഒരു കഞ്ഞിയാണെന്ന്. എന്നാൽ ഈ കഞ്ഞി ഏറ്റവും നല്ല മരുന്നും ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഒരു നെഗറ്റീവായിട്ട് പറയുന്നു കഞ്ഞി. പിന്നെ മറ്റൊന്ന് പറഞ്ഞു മൂത്തമാരോടെ അമേരിക്കയില്, രണ്ടാമത്തവനോ അവൻ നാട്ടിലുണ്ടെന്നേ, അവനിങ്ങനെ കറങ്ങി നടക്കുന്നു. അച്ഛനമ്മേനെ നോക്കുന്നവരാ? അത് രണ്ടാമത്തെ അല്ല, നാട്ടില് കറങ്ങി നടക്കുന്ന, ഞാൻ നേരത്തെ ഉപയോഗിക്കാത്ത പദം നടക്കുന്ന ഇതാണ് നാട്ടില്. എല്ലാത്തിലും നല്ലതുണ്ടെന്ന്, പോസിറ്റീവ് ഉണ്ട്. നമ്മൾ ഈ നെഗറ്റീവ് കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ലാലേട്ടൻ, അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ എനിക്ക് ജീവിതത്തിൽ ഒരു സാരി പോലും മേടിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ജയിക്കും, ജനങ്ങളോട് ജയിപ്പിക്കും, ഒരു വലിയ വിലയില്ലെങ്കിലും ഒരു 100-500 സാരി അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതൊരു വലിയ ആഗ്രഹമാണ് ജീവിതത്തിലെ. അപ്പോൾ അമ്മ പറഞ്ഞു നീ എനിക്കൊരു സാരി പോലും വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ലാലേട്ടനെ കാണാൻ പോകുന്നു. ലാലേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ട എൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര മകനെ പോലെയാണ്, നിങ്ങൾ സിനിമകളൊക്കെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ഓഹോ എന്ന് വെച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഒരു പേപ്പർ എടുത്തു. അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്താ രസം എന്ന് പറയും. അഭിനയം പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തും. ഒഴുകി പോവുകയാണ് ഇങ്ങനെ, നദി ഒഴുകുന്ന പോലെ, പെരിയാറിങ്ങനെ ഒഴുകി പോകുന്ന പോലെ. ആ പെൻ എഴുത്തു. ഹൃദയപൂർവ്വം, സ്നേഹപൂർവ്വം, ആദരപൂർവ്വം സ്വന്തം അമ്മയ്ക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടു. ഞാൻ പറഞ്ഞു ഇത് കൊടുക്കുന്ന ഫോട്ടോ വാങ്ങിച്ചു. ഞാൻ നേരെ ചെന്നു, എന്നിട്ട് ഞാനിത് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയുടെ അടുത്ത് ചോദിച്ചു ഇനി വല്ലതും പറയാനുണ്ടോ? വലിയൊരു ആഗ്രഹമാണ് വെച്ചാൽ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ കാഞ്ചീപുരം സാരി മേടിച്ചു തന്നില്ല, അത് മോളിരിക്കുന്ന തമ്പുരാൻ നിശ്ചയിക്കും. പക്ഷെ അതിനേക്കാൾ മൂല്യമായ ഏതൊരു
ആരും ആഗ്രഹിക്കുന്ന അതുല്യ നടൻ, ഐതിഹാസികമായിട്ടുള്ള അഭിനയകലയുടെ ചക്രവർത്തി ഒരു സാധനം അമ്മയ്ക്കൊന്ന് പിടിച്ചോളൂ പറയും. ഫോട്ടോ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അമ്മയ്ക്കത് ഇത് മതി. പക്ഷെ എന്നാൽ ആ സാരി ഒന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും 13-ാം തീയതി റിസൾട്ട് വരും. അതെ, തീർച്ചയായിട്ടും അങ്ങനെ സാരി വാങ്ങിച്ചു കൊടുക്കാൻ തന്നെ കഴിയും. മാത്രമല്ല അമ്മയെ പറ്റി പറയുമ്പോൾ ചേട്ടന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അത്രയും ആത്മബന്ധവും ആ അമ്മ എന്ന് പറയുന്ന ആ വികാരം ചേട്ടന്റെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പം എൻ്റെ ഇലക്ഷന് എൻ്റെ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നവർ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം എന്ന് പറയാം. എന്നേക്കാൾ ഭയങ്കര ഫൈറ്റേഴ്സാണ് അവർ ഫൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അവർ ഫൈറ്റ് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നും. അത് പ്രശ്നമില്ല. ഞാൻ പറയാം, ഇതുപോലത്തെ നിരവധി കാര്യകർത്താക്കളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ബ്ലസ്ഡ്. എൻ്റെ കൂട്ടുകാർ, എൻ്റെ സ്കൂളിൽ പഠിച്ചപ്പോൾ ബാലചന്ദ്രനുണ്ട്, ബാലു. ഇപ്പോൾ രാവിലെ വഴക്കം പറഞ്ഞിട്ടില്ല കേട്ടോ, ബാലുവിനെ വഴക്കം പറഞ്ഞിട്ടുള്ളൂ. അത് സ്നേഹപൂർവ്വമാണ് വഴക്കാണ്. കാരണം ചില ബാലു, ബാലകൃഷ്ണൻ, പിന്നെ ഇപ്പോൾ രാജൻ ചേട്ടൻ, ജയദീപ്, മഹേഷ്, ഇപ്പോൾ സഞ്ചരിക്കുന്ന ജോസപ്പൻ, ഈ ടീമിൽ ഇലക്ഷൻ്റെ ഇപ്പോൾ വരുന്നുണ്ട്. സ്കൂൾ തലത്തിലാണെങ്കിൽ അവരുടെ പേരുകൾ വിട്ടുപോയാൽ അവർ കേൾക്കുന്നവർ ക്ഷമിക്കണം. കാരണം ഒരുപാട് ഉണ്ട്. പ്രവീൺ ഉൾപ്പെടെ മരണപ്പെട്ട സുനിൽ, ബിനു ആന്റണി, ബിനേഷ്, ഇപ്പോൾ എന്നെ ശ്രീലങ്കയിലിരിക്കുന്ന എൻ്റെ ബിനേഷ്, ജോഷി, സഞ്ജീവ്, ഇവരൊന്നും രാഷ്ട്രീയമായിട്ട് വലിയ അടുപ്പില്ല. പക്ഷേ എൻ്റെ ഇലക്ഷൻ ഇവരെല്ലാവരും വരുന്നുണ്ട്. എൻ്റെ സഹോദരിമാർ എനിക്ക് ഏറ്റവും വളരെ ശക്തമായി എന്നെ മുന്നിൽ എനിക്ക് ജോലിയൊക്കെ ഉപേക്ഷിച്ച് വന്നപ്പോൾ എൻ്റെ ഒപ്പം നിൽക്കുകയും എനിക്ക് ഭയങ്കര ആത്മബലം തരികയും ചെയ്ത എൻ്റെ സഹോദരി മൂത്ത ചേച്ചി ഗീത, പിന്നെ രണ്ടാമത്തെ വക്കീലായിട്ടുള്ള പ്രീത, ഇളയ സഹോദരി നീത, അവർ തന്നെ മാത്രമല്ല നിത്യാനന്ദ കമ്മത്ത്, ദിനേശ്, അശോകൻ, പിന്നെ എൻ്റെ പേര് വിളിച്ച എന്നെ ആക്കിയ രാജേഷാണ്, മുത്തു എന്ന പേര് നൽകിയ രാജേഷാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയന്തി, പ്രശാന്ത് മേനോൻ, പിന്നെ ഇപ്പോൾ സ്വാമിയുണ്ട്, സ്വാമി സിദ്ധപ്രജ്ഞാപത ചൈതന്യം. അദ്ദേഹം ഞാനുമായിട്ടാണ് പണ്ട് സംഘപ്രവർത്തനം തുടങ്ങിയത്. അദ്ദേഹത്തെ ശിവൻ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം സ്വാമിയായി. അങ്ങനെ ഇപ്പോൾ അവനാശിരിക്കുന്നുണ്ട് ദുബായിൽ. അങ്ങനെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഗോപൻ, കൃഷ്ണഗോപാൽ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ എൻ്റെ ജീവിതത്തിൽ കടന്നുകൊണ്ട് കുട്ടിക്കാലത്ത് ഇപ്പോൾ വർഗീസ് ഉണ്ട് സ്കൂളിലെ, അങ്ങനെ ഷിബു, അങ്ങനെ കുറേ സ്കൂളുകളിലും പഠിച്ചിരുന്നുണ്ട്. പിന്നെ സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിച്ചിരുന്ന ഞാൻ യോഗേഷ് ഉൾപ്പെടെ, വിനീത, പിന്നെ അങ്ങനെ കുറേ കൂട്ടുകാരുണ്ട്. ഇപ്പോൾ സൂസൻ ടീച്ചറൊക്കെ ഉണ്ട്. ഞാൻ പഴയ ആളുകൾ എൻ്റെ കോളേജിൽ ഭാരതമാതാ കോളേജിൽ പഠിച്ച അധ്യാപകർ, അങ്ങനെ എല്ലാവരും. എനിക്ക് ഒരു ആലിസ് മിസ് ഓർമ്മയുണ്ട്. ആലിസ് മിസ് അന്ന് പൈസയൊക്കെ തരും, ഒരു ഐസ്ക്രീം മേടിച്ചു മേടിക്കാൻ കൊടുക്കും. എന്തിനാണ് ലഭിക്കുന്നത്. അന്ന് തൊട്ട് എനിക്ക് ഈ പിരിവ് ആളുകളെ സഹായിക്കാൻ ഉണ്ട്, നേതൃത്വമുണ്ട്. പിന്നെ എന്നെ വളർത്തിയത് വേറൊരു പ്രധാന പങ്കുള്ള ശ്രീരാമകൃഷ്ണ സേവാശ്രമം കലൂര്. അവിടെ CS മുരളിച്ചേട്ടനുണ്ട്. അദ്ദേഹം പഴയ ഒരു പ്രചാരകനായിരുന്നു. അദ്ദേഹമുണ്ട്. പിന്നെ KG വേണുട്ടൻ, പിന്നെ അന്ന് തന്നെ നമ്മുടെ ജസ്റ്റിസ് ആയിട്ടുള്ള രാധാകൃഷ്ണ മേനോൻ, ജസ്റ്റിസ് R ഭാസ്കരൻ, ഇപ്പോൾ ജസ്റ്റിസ് ഗോപൻ, അങ്ങനെ കുറേ ആളുകൾ ആ നിരയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മുരളിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി ഓടിച്ചു പോകുമ്പോൾ എന്നെ കോളനി വർക്കിൽ, അതായത് കോളനിയിൽ പാവപ്പെട്ട ഹരിജനങ്ങളിലെ കോളനികളിൽ എന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കലൂരുള്ള എൻ്റെ വിജയൻ്റെ ചായക്കട, അവിടെ ഇരുന്നാണ് ഞാൻ എൻ്റെ 14-ാം വയസ്സിൽ ആളുകൾക്ക് ആപ്ലിക്കേഷൻസ്, അതായത് അന്ന് ടെലിഫോൺ ആപ്ലിക്കേഷൻ, മറ്റ് ആപ്ലിക്കേഷൻസൊക്കെ എൻ്റെ കൈപ്പടയിൽ പതിച്ചു നൽകിയത്. ഇതെല്ലാം എന്നെ സമൂഹം ഇങ്ങനെ എനിക്ക് ഓരോന്നിട്ട് തന്നു. ഞാൻ അതിൽ ആ വള്ളി ഇട്ട് തന്നു. ആ വള്ളിയിൽ കയറി പിടിച്ചു. പിന്നെ എൻ്റെ റോബി, അങ്ങനെയുള്ള ബെർലി, ഇങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കൾ, ബാബുജിയൊക്കെ, അവരൊക്കെ വൈലോപ്പള്ളി കവിയുടെ വീടിൻ്റെ അടുത്താണ് താമസം. ഇങ്ങനെ അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നല്ല ഒരു ജീവിതം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇതേ ആളുകളെയൊക്കെ കണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ജീവിക്കണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പൊതുപ്രവർത്തനം നടത്തുമ്പോൾ ഞാൻ എന്താ പറയുക, ഒരു മീനാണ്. ഈ മീനെ വെള്ളത്തിൽ കിടക്കുന്ന മീനാണ്. ഈ മീനെ എടുത്ത് കരപ്പയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചത്തുപോകും. അതുപോലെയാണ് എന്നെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തിയാൽ ഉള്ള പ്രശ്നം. അപ്പോൾ ഞാൻ സമൂഹത്തോടൊപ്പമുണ്ട്. ഞങ്ങൾ എല്ലാം ഒന്നാണ്. പിന്നെ എന്നെ ഇങ്ങനെ തരത്തിൽ വളർത്തുന്നതിൽ കൊച്ചിയിലെ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ് കവി രമേശൻ നായർ, രവീന്ദ്രൻ മാഷ്, രമേശ് നായർ ഭാര്യ രമേശ് ചേച്ചി, അപ്പോൾ RK ദാമോദരൻ ഉൾപ്പെടെയുള്ള, പിന്നെ എറണാകുളം കരയോത്തിലെ വേണിച്ചേട്ടൻ, പിന്നെ വിട്ടുപോയ പേരുകൾ POCയിലെ പാസ്റ്റൽ ഓറിയന്റേഷൻ സെന്റർ അന്നുള്ള സൗഹൃദങ്ങളായ സിബു ഇരുമ്പിനിക്കലച്ചൻ, പിന്നെ ചാവറുണ്ടായിരുന്ന റോബിൻ കണ്ണഞ്ചിറ,
തോമസ് പുതുശ്ശേരി, ഇപ്പോൾ മൂവാറ്റുപുഴ തോമസ് പുതുശ്ശേരി അച്ഛൻ, ഇപ്പോൾ അനിൽ ഫിലിപ്പ്, ബിജു അച്ഛൻ, അങ്ങനെ സൗഹാർദ്ദങ്ങളുടെ ഒരു സ്നേഹത്തിന് വഴി. പിന്നെ ആലഞ്ചേരി പിതാവ്, ഇപ്പോഴുള്ള പിതാവ്, അങ്ങനെ കരിയിൽ പിതാവ്, അലക്സ് വടക്കുംതല പിതാവ്, അങ്ങനെ സ്റ്റീഫൻ ആലത്ത് അതങ്ങനെ ഇങ്ങനെ നിരവധി ആളുകളുടെ ഒരു സ്നേഹസ്പർശം എനിക്ക് ലഭിച്ചിട്ടുണ്ട്.